ഉണ്ടാക്കുന്നത് തക്കാളി വെച്ചിച്ചതാണ്. അതിനാവശ്യമായ സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പച്ചത്തക്കാളി 4 എണ്ണം അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞത്, ഒരു വലിയ സവാള, 2 കിഴങ്ങ്. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഒരു മീഡിയം സൈസ് കിഴങ്ങും ഒരു ചെറിയ കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായ അരപ്പ്, ഇത് ഒരു ഹാഫ് ചെറിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ തേങ്ങയുടെ ഇത് ഞാൻ തിരിഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. അതിനകത്ത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഈ ഒരു സ്പൂണിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ ഈ സ്പൂണിൽ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയുമാണ് ഇതിനകത്ത് ചതയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കടുവറയ്ക്ക് വേണ്ടിയിട്ടുള്ള കറിവേപ്പിലയും പിന്നെ കടുകുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു കപ്പിൽ ഇത്രയും വെള്ളവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് ചൂടാകുന്ന ഭാഗമാണ് കാണുന്നത്. ചട്ടി ആയതുകൊണ്ട് തീ കുറച്ച് വെക്കണം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചില്ലെങ്കിൽ ഇത് തീ കയറി പിടിക്കും. അടിവശത്തുനിന്ന് തീ കയറി പിടിക്കാനുള്ള ഒരിതുണ്ട്. അപ്പം അതുകൊണ്ടാണ് തീ കുറച്ചിപ്പം ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കടുക് ഇടുകയാണ്. നല്ല എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ കടുക് പൊട്ടണം, അല്ലെങ്കിൽ കടുക് പൊട്ടിയില്ലെങ്കിൽ അത് കഴിക്കും. അതുകൊണ്ട് കടുക് പൊട്ടാനായിട്ട് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം എണ്ണ അത്യാവശ്യം ചൂടായിട്ടുള്ള എണ്ണയാണ്. അപ്പം ഞാൻ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം പിന്നെ ഇട്ട് കൊടുക്കേണ്ട നമ്മുടെ സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള അരിഞ്ഞത് ചേർക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ സവാള ഇട്ട് കൊടുത്തു. അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് കിഴങ്ങ് ചേർക്കുക. കാരണം ഒത്തിരി ഇതായിട്ട് ചേർക്കേണ്ട കാര്യമില്ല. എന്നാലും എന്നാ വേണമെന്നാണ്. അല്ലെങ്കിൽ തക്കാളി മാത്രമായി കഴിഞ്ഞാൽ ഒരു സുഖമില്ല. അതുകൊണ്ടാണ് നമ്മൾ കിഴങ്ങ് കൂടെ ചേർക്കുന്നത്. കിഴങ്ങ് ചേർത്ത് ഇപ്പം ഞാനൊരു മീഡിയം സൈസും ഒരു കുഞ്ഞിതും കൂടെയാണ് എടുത്തിരിക്കുന്നത്. കിഴങ്ങ് അത് നീളത്തിൽ അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ ഇതിനകത്ത് ഞാൻ ഇതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് ഇനിയും നമ്മൾ പച്ചത്തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ച പച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ പച്ച തക്കാളി ഇതിനകത്ത് ചേർത്ത് ഇതൊന്ന് അടി ചേർത്ത് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. അപ്പം തക്കാളിയിൽ വെള്ളമുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് വേണം അടുത്ത് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്നെല്ലാം ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട മഞ്ഞൾപ്പൊടിയാണ്. ഇതിനകത്ത് ഒരു സ്പൂണിൻ്റെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കും. പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നുള്ള് മുളക് പൊടി അത്രയും മതി. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അടുത്തത് വേണ്ടത് ഇനി മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ഞാൻ ഈ ഒരു സ്പൂണിൽ 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇച്ചിരി കലും കൂടെ ചേർക്കാം. 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഇത്രയും ഉലുവാപ്പൊടി ഒരു 1/4 മതി. ഒത്തിരി ഉലുവാപ്പൊടി ചേർക്കേണ്ട. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി വെക്കുക. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഞാൻ അടച്ചു വെച്ച് വേവിക്കാൻ പോകുന്നു. അടച്ചു വെച്ച് ഇരുന്ന് വേകട്ടെ. ഞാൻ ഈ അടച്ചു വെച്ച് അടപ്പ് മാറ്റി ഇരുന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ ആ വേകാനായിട്ട് വെച്ചിരുന്നതാണ്. അപ്പം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഉപ്പും കൂടെ ഒന്ന് ഇതൊന്നും ജസ്റ്റ് ഒന്ന് ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർക്കാൻ പോവാണ്. അപ്പോൾ ഉപ്പ് ഞാൻ ഇത്രയാണ് ഈ ഒരു സ്പൂണിന് എടുത്തത്.
വാരിയിടുകയും ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക ഉപ്പ്. ഓക്കെ, ഞാൻ ആ സ്പൂണിൻ്റെ ഒരു അര സ്പൂൺ ഉപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കപ്പിനകത്തുനിന്ന് ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ, ജസ്റ്റ് ഒന്ന് ആവി കയറാൻ മാത്രം വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം, ഇച്ചിരി വെള്ളം ഒഴിക്കുക. കണ്ടോ, ഇത് നികത്തി വെള്ളം കൂടി ഒഴിക്കരുത്. ഇതിനകത്ത് മുങ്ങി കിടക്കാൻ പാകത്തിനൊന്നും ഒഴിച്ചു വെക്കരുത്, കുഴഞ്ഞു പോകും, വല്ലാതെ കുഴയും. അതുകൊണ്ട് നമ്മൾ ഒരു ഇത്തിരി വെള്ളം ഒഴിക്കുക, അടി കരിയാതിരിക്കാനായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെടുത്ത് വെച്ച് കറിവേപ്പിലയിൽ രണ്ട് ചെറിയ തണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത്. ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടതുകൊണ്ടാണ്. ഇളക്കി കൊടുക്കണം, അല്ലെ അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക്. അപ്പം ഞാൻ ഈ കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുള്ളി ഫുള്ളായിട്ടില്ല, കിഴങ്ങ് നമുക്ക് കൂടെ ഒന്ന് വേകാനുണ്ട്. എന്നാൽ ഉടഞ്ഞു പോവുകയും ചെയ്യില്ല. ആ ഒരു പരുവത്തിന് വേണം നമുക്കിത് കിട്ടാൻ. അപ്പം തീ കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഞാൻ അടച്ചു വെക്കാം. നമ്മളത് അടച്ച് വേകാൻ വെച്ച സാധനമാണിത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ലോങ് വീഡിയോ ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇനി വെള്ളം ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക വേകുന്ന സമയത്ത്. ഈ ഒരു പരുവത്തിന് നമുക്ക് വെന്ത് കിട്ടുക. വെന്ത് കിട്ടി കഴിയുമ്പം നമുക്ക് നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന തേങ്ങ അരപ്പ്, അതായത് ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. തേങ്ങയും കൂടെ ചേർത്ത് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് യോജിപ്പിക്കും. അടി ചേർത്ത് ഇളക്കുക. ഇതെല്ലായിടത്തും ചെല്ലണം തേങ്ങയെ. അതുപോലെ ഈ സവാളയും കിഴങ്ങും പച്ചത്തക്കാളിയും കൂടെ ഒരുമിച്ച് കിടന്ന് വേകുക. എങ്കിലേ ആ ഒരു കിഴങ്ങിലേക്കൊക്കെ ആ പുളി രസം പിടിക്കത്തുള്ളൂ. പുളിയും ഉപ്പും മുളകും എല്ലാം ഈക്വലായിട്ട് വരുന്ന ഒരു കൂട്ടാനാണിത്. അപ്പം അത് അങ്ങനെ തന്നെ കിടന്നിട്ട് വേഗം താമസം എടുക്കും കിഴങ്ങ്. ഉപ്പ് ഒന്ന് മങ്ങിയതിന് ശേഷം ആവി കയറി ഒന്ന് ഇച്ചിരി ഇതായി കഴിഞ്ഞിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് ബാക്കി പിന്നെ വേവിക്കുക. അവിടെ അങ്ങനെ ഒരുമിച്ച് കിടന്ന് വേഗം കണ്ടോ. ഇതിനകത്ത് ഞാനിപ്പം ചേർത്ത് കൊടുത്തു. അപ്പം വെള്ളം ഉണ്ടായിരുന്ന വെള്ളം ഒക്കെ പിടിച്ചോളും. ഇപ്പം തേങ്ങയും ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടച്ചു വെച്ച ആ തേങ്ങ ചേർത്തതിന് ശേഷം അടച്ചു വെച്ചതാണ്. ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ തൂകാൻ പോവാണ്. അപ്പം കറിവേപ്പില ഞാൻ ഇടുകയാണ്. നമ്മൾ ലാസ്റ്റിൽ സ്വല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ അവിയലിനൊക്കെ ചേർക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി. എന്നാലും ചേർക്കുകയാണെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. കാരണം അറിയാമല്ലോ, നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പം ഈ ഒരു ഒറ്റ കൂട്ടാൻ മതി നമുക്ക്. ഇനി ഇച്ചിരി ലൂസായിട്ട് വേണം എന്നുള്ളവർക്ക് അതനുസരിച്ച് വെള്ളം വറ്റുന്നതിന് മുമ്പായിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു പരുവത്തിൽ മതി എനിക്ക്. അപ്പം ഞാൻ അതുകൊണ്ട് എല്ലാം ചേർത്തു. ഇനി ഞാൻ തീ ഓഫാക്കുക. ഇതെല്ലാവർക്കും ചോറ് കഴിക്കാനായിട്ട് ഈ ഒരൊറ്റ കൂട്ടാൻ മതി. വയറ് നിറച്ച് എല്ലാവർക്കും ചോറുണ്ടാകും കേട്ടോ. അപ്പോൾ ഇനിയും പച്ചത്തക്കാളി കടയിൽ കാണുമ്പോൾ മേടിക്കുക. എന്നിട്ട് ഇങ്ങനെയൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.